നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. വരന്തരപ്പള്ളി പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ BSNL ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലിഫോൺസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. വേലുപ്പാടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. മേടംകുളങ്ങര ദേവസ്വം പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി. വട്ടനാത്ര ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ഉത്സവം കൊണ്ടാടി. തൊട്ടിപ്പാൽ സെന്റ് മേരീസ് പള്ളിയിൽ കുടുംബസമ്മേളന കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ആദ്യം തന്നെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എന്റെ നാട് എന്റെ വോട്ട്. വരന്തരപ്പള്ളി പഞ്ചായത്ത് LDF തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി NM സജീവൻ അധ്യക്ഷത വഹിച്ചു. MLA KK രാമചന്ദ്രൻ, ഡേവിസ് വില്ലെടുത്തുകാരൻ, സന്തോഷ് തണ്ടാശ്ശേരി, VS ജോഷി, പത്രോസ്, അലി കുണ്ടുവായിൽ, MA ജോയ്, PT അലി, TN മുകുന്ദൻ, കലാപ്രിയ സുരേഷ്, അജിത സുധാകരൻ, TG അശോകൻ, സിഗു കൈരളി, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷീല ജോർജ് എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിന്റെ സാരഥി EK അനൂപ് ഇത്തവണ ജനവിധി തേടുന്നത് നന്ദിക്കര വാർഡിൽ നിന്നാണ്. പറപ്പൂക്കരയിൽ LDF തുടരുമെന്ന് EK അനൂപ് പറഞ്ഞു. 2020 പറപ്പൂക്കര പഞ്ചായത്ത് 4-ാം വാർഡ് കുറുമാലിയിൽ നിന്നാണ് EK അനൂപ് ജനവിധി തേടിയത്. വിജയിച്ചെത്തിയത് പ്രസിഡന്റ് പദവിയിലേക്ക്. കോവിഡ് മഹാമാരിയും പ്രളയക്കെടുതിയുമെല്ലാം അതിജീവിക്കാൻ പഞ്ചായത്തിന് കരുത്തേകി പ്രസിഡന്റ് മുന്നിൽ നിന്നു. പഞ്ചായത്തിന്റെ തനത് ഫണ്ട് മാത്രം ഉപയോഗിച്ചല്ല വികസനവും ക്ഷേമപ്രവർത്തനങ്ങളും സാധ്യമാക്കേണ്ടതെന്നും പൊതുജന പങ്കാളിത്തത്തോടെ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുന്ന അനൂപ് അത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് പ്രാവർത്തികമാക്കി തെളിയിക്കുകയും ചെയ്തു. 2020 തെരഞ്ഞെടുപ്പിൽ കുറുമാലി വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിച്ച് പറപ്പൂക്കര പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിൽ എത്തുകയും ചെയ്ത EK അനൂപാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. 2025 വീണ്ടും വാർഡ് 12 നന്ദിക്കരയിൽ നിന്ന് EK അനൂപ് ജനവിധി തേടുകയാണ്. പറപ്പൂക്കര പഞ്ചായത്തിനെ സമാനതകളില്ലാത്ത വികസനത്തിലേക്ക് നയിച്ച ഒരു 5 വർഷം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പുതിയ ഒരു വർഷത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തോന്നുന്നത്? വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് പഞ്ചായത്തിൽ ആകെ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം, അതിനു മുന്നത്തെ 5 വർഷക്കാലവും പഞ്ചായത്തിലും അതുപോലെ സംസ്ഥാനത്തും ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭരണമായിരുന്നു. ഒട്ടനവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വികസന കാര്യങ്ങളിൽ മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വോട്ടഭ്യർത്ഥിച്ച് വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ പോലും ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെയാണ്, വൻ സ്വീകാര്യതയോട് കൂടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പഞ്ചായത്തിലും അതുപോലെ പൊതുവിലും സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസമായി ഞങ്ങൾ കരുതുന്നത്. വികസനത്തിന്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി LDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി പറപ്പൂക്കര പഞ്ചായത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. 100%. കാരണം വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ റോഡുകളും മികച്ച നിലവാരമുള്ള റോഡുകളാക്കി നമുക്ക് മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞു. അതിൽ ഈ ജലജീവൻ മിഷന്റെ ഭാഗമായി കുത്തിപ്പൊളിച്ച റോഡുകൾ ഒഴികെ ബാക്കി എല്ലാ റോഡുകളും നമുക്ക് നന്നാക്കാൻ കഴിഞ്ഞു. അതുപോലെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ ആശുപത്രികൾ, വിവിധ തരത്തിലുള്ള സ്കൂള്, അതുപോലെ തന്നെ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പന്തല്ലൂരിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അങ്ങനെ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.
പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നിർവഹിച്ച ആ വികസനങ്ങളുടെ ഒരു നേട്ടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണോ പുതിയൊരു വാർഡിലേക്ക് പാർട്ടി ഒരു സംശയവുമില്ലാതെ നിയോഗിക്കുന്നത്? അത് അങ്ങനെ ആയിരിക്കും. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം നേതൃത്വം കൊടുത്ത ഞാൻ മാത്രമല്ല, മറ്റു വാർഡ് മെമ്പർമാരായിരുന്നു. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് തന്നെ ആ വാർഡിൽ തന്നെ ജനറൽ സീറ്റാണെങ്കിൽ പോലും അവിടെ വനിതയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ട്, മറ്റു മെമ്പർമാർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം നല്ലൊരു ടീമായി കൊണ്ടാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒട്ടനവധി തനത് പദ്ധതികൾ മറ്റു ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം ജീവനം പോലെയുള്ള പദ്ധതികൾ, പഞ്ചമി പഠന കേന്ദ്രം, അഗ്രി ടെക്നീഷ്യന്മാർ, പറപ്പൂക്കര FM അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റെടുക്കുകയുണ്ടായി. അപ്പോൾ നിലവിലെ ഭരണസമിതി ജനങ്ങളുടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനമുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ടീമിലെ ഒരുപാട് പേർ ഇപ്പോൾ മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരിചയസമ്പന്നരും പുതുമുഖങ്ങളുമായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാനലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തോടു കൂടി കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുമെന്നാണ് ഈ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. നല്ല ആത്മവിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. വോട്ടർമാർ വികസന തുടർച്ചയ്ക്കായി വോട്ട് ചെയ്യുമെന്നും LDF തുടരുക തന്നെ ചെയ്യുമെന്നും പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. UDF സ്ഥാനാർത്ഥിയായി KS ജോൺസണും BJP സ്ഥാനാർത്ഥിയായി രാഹുൽ നന്ദിക്കരയുമാണ് മത്സര രംഗത്തുള്ളത്. പ്രസിഡന്റിനെതിരെ മത്സരിക്കുമ്പോൾ അത് കരുത്തുറ്റ പോരാട്ടമായി മാറുമെന്നും പറപ്പൂക്കരയിൽ രാഷ്ട്രീയം ചർച്ചയാകുമെന്നും ഇരുവരും പറയുന്നു. പറപ്പൂക്കരയിൽ ഇത്തവണ പല വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയതായും സ്ഥാനാർത്ഥികൾ പറയുന്നു. വാർഡ് 12 നന്ദിക്കരയിലാണ് ഇത്തവണ EK അനൂപ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തുടർച്ചയായ 10 വർഷങ്ങളിൽ LDF പറപ്പൂക്കര പഞ്ചായത്തിൽ കാഴ്ചവെച്ച വികസനങ്ങളുടെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി വീണ്ടും LDF പറപ്പൂക്കര പഞ്ചായത്തിൽ ഭരണസമിതിയിൽ അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് EK അനൂപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. തദ്ദേശ പോരാട്ടം മുറുകുമ്പോൾ പോസ്റ്ററിന് പുറമെ സോഷ്യൽ മീഡിയയിലും പോരാട്ടം കനക്കുകയാണ്. ഇൻസ്റ്റാ, റീൽ, ഫേസ്ബുക്ക്, വാട്സാപ്പുകളായി സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളുടെ പ്രളയം തന്നെയാണ്. മതിലുകൾ നിറച്ചു നിൽക്കുന്ന പോസ്റ്ററുകളും ബാനറുകളും മാത്രമല്ല, ഇപ്പോൾ വോട്ടർമാരുടെ മൊബൈൽ സ്ക്രീനുകളെയും രാഷ്ട്രീയ പ്രചാരണം നിറയുകയാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് സ്റ്റാറ്റസ് എല്ലായിടത്തും സ്ഥാനാർത്ഥികളുടെ പ്രചരണം വൈറലായി മാറിയിരിക്കുകയാണ്. ഹൃദയസ്പർശിയായ കഥകളും നാട്ടിൻപുറത്തിൻ്റെ പ്രശ്നങ്ങളും യുവജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെൻഡിംഗ് ഓഡിയോ ഉപയോഗിച്ചുള്ള ക്രിയേറ്റീവ് റീലുകളുമാണ് സോഷ്യൽ മീഡിയ പ്രചാരണത്തിൽ ഇടം പിടിക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥിയും യുവാക്കളെ അടുപ്പിക്കാൻ മോഡേൺ അവതരണ ശൈലി, കുത്തനെ മാറുന്ന റീൽ ട്രെൻഡുകൾ, ക്യാപ്ഷനുകൾ, ട്രാൻസിഷൻ വീഡിയോകൾ എന്നിവ ഉപയോഗിക്കുന്നു. കൂടാതെ പോസ്റ്ററുകളിലെ ചിത്രങ്ങളിൽ വരെ പുത്തൻ പരീക്ഷണങ്ങൾ നടത്തുന്നവരുണ്ട്. പ്രചാരണം തിളക്കമാർജിക്കുന്നതോടെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ ഈ പ്രചാരണ പ്രളയം ഇനിയും ശക്തമാകും. പുതിയ കാലത്തിന്നു പൊരുതാൻ കിനാതരും പോയ കാലത്തിന്റെ താരങ്ങളെ നിങ്ങൾ. ഇത്തവണ പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മുടെ 6ാം വാർഡിൽ മത്സരിക്കുന്നത് മിഥുൻ ജോൺസൺ ആണ്. അതെ, യുവാക്കൾ വരട്ടെ. നാടിനെ അറിയുന്ന യുവാക്കൾ വന്നാൽ നമ്മുടെ നാടും വികസിക്കും. 6ാം വാർഡിൽ മത്സരിക്കുന്ന ഒരു പയ്യനാണല്ലോ. അതെ, ഈ പയ്യന്മാരൊക്കെ ജയിച്ചിട്ട് എന്ത് ചെയ്യാനാ? നാട്ടിലെ ആവശ്യങ്ങൾ അറിയാതെ. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഓൾ ഇന്ത്യ BSNL ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലിഫോൺസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും സർക്കിൾ സെക്രട്ടറി N ഗുരുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. OS മാധവൻ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് A പ്രഭാകരൻ, ജില്ലാ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, MK മണി, KV വിൽസൺ, V കൃഷ്ണൻ, TP രാമൻ, PN ജയരാമൻ എന്നിവർ പ്രസംഗിച്ചു. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച പെൻഷൻ വാലിഡേഷൻ ആക്ട് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എങ്കിലും ഞാനത് സൂചിപ്പിക്കുന്നത് മാത്രം. ആ പെൻഷൻ വാലിഡേഷൻ ആക്ട് അവതരിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. കൊടുന്നനെയാണ് അത് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത്. അത് 27-ന് പാർലമെന്റ് പാസ്സാക്കി 29-ന് ഗസറ്റായി വിജ്ഞാപനം തുറന്നു. അത് പിന്നീട് 2021-ൽ റിവൈസ് ചെയ്തു. ഈ 2 ബില്ലുകളും ഇന്ന് ഇല്ല. അത് രണ്ടിനെയും അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ പെൻഷൻ വാലിഡേഷൻ ആക്ട് പാസ്സാക്കിയത്. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക്
നമുക്ക് അവകാശപ്പെടാൻ, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ സർക്കാരിനോട് ആവശ്യപ്പെടാൻ. വേലുപ്പാടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ കലശപൂജ, കലശാഭിഷേകം, ഉഷപൂജ, കാഴ്ചശീവേലി, ഉച്ചപൂജ, ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പ്, വൈകിട്ട് ദീപാരാധന, രാത്രി എഴുന്നള്ളിപ്പ് തുടങ്ങി ചടങ്ങുകളും നടന്നു. വട്ടനാത്ര ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ഉത്സവം കൊണ്ടാടി. മേടംകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ദീപാരാധനയ്ക്ക് ശേഷം ചെമ്പൂത്ര ജയകുമാറും സംഘവും അവതരിപ്പിച്ച ശാസ്താംപാട്ടിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പുണ്ടായി. തുടർന്ന് അന്നദാനവും നടന്നു. മേടംകുളങ്ങര ദേവസ്വം പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി. മുഖ്യദേവജ്ഞൻ AB കരുണാകര പണിക്കർ, സഹദേവജ്ഞൻ പ്രഭാഷ് പണിക്കർ എന്നിവർ ദേവി പ്രശ്നത്തിന് നേതൃത്വം നൽകി. അപ്പൊ അവിടെ ആ കുട്ടി കൊണ്ടുവച്ച രാശി ധനുരാശിയാണ് എന്നതുകൊണ്ട് ഇന്നത്തെ ഗ്രഹസ്ഥിതിയില് വ്യാഴം ആരൂഢാധിപത്യം വഹിച്ച് 7-ലാണ് വ്യാഴം നിൽക്കുന്നത്. അവിടെ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ചന്ദ്രന്റെ യോഗമുണ്ട് അല്ലേ. മറ്റു ഫലങ്ങൾ വിശേഷാൽ പറയാം, കിഞ്ചിത് ഫലം, ഒരല്പഫലം പറയണം എന്നാണ്. അപ്പൊ അതിനെ ആര് പ്രസാദിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും. തൊട്ടിപ്പാൽ സെന്റ് മേരീസ് പള്ളിയിൽ കുടുംബസമ്മേളന കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ റംബൻസി ചിന്നാർ നേതൃത്വം നൽകി. ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, ജെയിംസ് കല്ലിങ്ങൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോൺസൺ എലവത്തുകാരൻ, സെക്രട്ടറി ലിസി ജോർജ് നീലങ്കാവിൽ, ട്രഷറർ പോൾ എലവത്തുകാരൻ എന്നിവർ പ്രസംഗിച്ചു. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അടുത്ത വർഷം ജനുവരി 25-ന് അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് മൂന്നുമറി ഫ്രണ്ട്സ് ഓഫ് ദി ബാപ്റ്റിസ്റ്റ് വാട്സ്ആപ്പ് കൂട്ടായ്മയും പ്രവാസി കൂട്ടായ്മയും ചേർന്ന് സംഘടിപ്പിക്കുന്ന മൂന്നുമറി അമ്പ് ഫെസ്റ്റിന്റെ ഭാഗമായി ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. അമ്പ് ഫെസ്റ്റ് ചെയർമാൻ വിൽസൺ മാമ്പ്രക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ജോൺസൺ മാമ്പ്രക്കാരൻ, ബേബി വലിയ കണ്ടത്തിൽ, ജസ്റ്റിൻ മങ്കുഴി, ഡെൽവിൻ ഡേവിസ്, ജിപ്സൺ പൗലോസ്, നൈജോ ആൻഡോ, ബിബിൻ പുതൂർക്കര എന്നിവർ സന്നിഹിതരായിരുന്നു. അമ്പ് ഫെസ്റ്റിന്റെ ഭാഗമായി മൂന്നുമുറിയിൽ ബഹുനില പന്തൽ ഒരുക്കുമെന്നും വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ മെഗാ ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് പള്ളിയിൽ തിരുനാളിന്റെ സപ്ലിമെന്റ് പ്രകാശനം വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ നടത്തി. ജനറൽ കൺവീനർ ഷാജു മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ തോമസ് മുള്ളക്കര, ജിംസൺ കുറ്റിക്കാടൻ, സപ്ലിമെന്റ് കൺവീനർ ബ്രെട്ടോ ബെന്നി എന്നിവർ പ്രസംഗിച്ചു. 2026 ജനുവരി 3, 4, 5 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്.
69ാം ദേശീയ സ്കൂൾ ഗെയിംസിൽ 4x100 മീറ്റർ മത്സരത്തിൽ സ്വർണം നേടിയ കേരള ടീമിൽ തൃശൂർ കാൽഡിയൻ സിറിയൻ HSSലെ അഭിനന്ദന രാജേഷ് എന്ന വിദ്യാർത്ഥിയും, പാലക്കാട് നിന്നുള്ള അൻവി സുരേഷ്, ഇടുക്കിയിൽ നിന്നുള്ള ദേവിപ്രിയ ഷൈബു, GV രാജയിലെ ജൂലിയറ്റ് ഷബിൻ എന്നിവരും ഉൾപ്പെട്ട ടീമാണ് സുവർണ നേട്ടം കരസ്ഥമാക്കിയത്. കായിക അധ്യാപകരായ നവീൻ ആന്റണി, അനീഷ് ആന്റോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പരിശീലനത്തിലാണ് തൃശൂർ കാൽഡിയൻ സിറിയൻ HSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി അഭിനന്ദന രാജേഷ് മികച്ച നേട്ടം സ്വന്തമാക്കിയത്. തിരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും ക്രിസ്മസ് ആഘോഷം കളറാക്കാൻ വർണ്ണങ്ങൾ വാരി വിതറി ക്രിസ്തുമസ് വിപണി സജീവം. വലിയ പ്രതീക്ഷയിലാണ് വ്യാപാരികളും. ക്രിസ്മസിനെ വരവേൽക്കാൻ നക്ഷത്രങ്ങളും അലങ്കാര ബൾബുകളും വിപണിയിലെത്തിക്കഴിഞ്ഞു. നാടെങ്ങും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലായി. വരും ദിവസങ്ങളിൽ വ്യാപാര മേഖല സജീവമാവും എന്ന പ്രതീക്ഷയിലാണ് ഇത്തവണയും വ്യാപാരികൾ. ക്രിസ്മസ് ആഘോഷത്തിന്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് നക്ഷത്രങ്ങളും അലങ്കാര ബൾബുകളുമാണ്. പുൽക്കൂടുകൾ, വേഷവിധാനങ്ങൾ, ക്രിസ്മസ് ട്രീകൾ എന്നിവയെല്ലാം വിപണി കീഴടക്കി കഴിഞ്ഞു. പുതുമയുടെ പരീക്ഷണം കൂടിയാണ് ഇത്തവണയും ഈ ക്രിസ്മസ് കാലം. പേപ്പർ നക്ഷത്രങ്ങളിൽ നിന്നും വിവിധ തരം LED നക്ഷത്രങ്ങളിലേക്കുള്ള മാറ്റമാണ് വിപണിയിലെ പ്രധാന കാഴ്ച. മിന്നിത്തിളങ്ങുന്ന LED നക്ഷത്രങ്ങൾക്ക് ആവശ്യക്കാരും കൂടുതലാണ്. 80 രൂപ മുതൽ 1600 രൂപ വരെയാണ് വിപണിയിലെ വില. അലങ്കാര ബൾബുകൾക്ക് 100 മുതൽ 1000 വരെയും വില ഈടാക്കുന്നുണ്ട്. നിയോൺ ലൈറ്റുകളാണ് ഇത്തവണയും വിപണിയിലെ താരം. 80 രൂപ മുതലാണ് നിയോൺ ലൈറ്റുകളുടെ വില ആരംഭിക്കുന്നത്. പ്ലാസ്റ്റിക്കിനോട് ഗുഡ് ബൈ പറഞ്ഞ് പരിസ്ഥിതി സൗഹാർദ്ദ അലങ്കാര വസ്തുക്കളും വിപണിയിലുണ്ട്. ക്രിസ്മസ് ട്രീകളിൽ ഉപയോഗിക്കുന്ന ചെറിക്ക് 75 മുതൽ 300 വരെയാണ് വില. ക്രിസ്മസ് പാപ്പ 140 മുതലാണ് വില. മാനുകൾക്ക് 400 രൂപ മുതൽ 900 രൂപ വരെയുമാണ്. ഹാങ്ങിങ് ബോൾ 30 രൂപ മുതൽ 450 വരെയാണ് വില ഈടാക്കുന്നത്. 150 രൂപ മുതൽ ആരംഭിക്കുന്ന പുൽക്കൂട് രൂപങ്ങൾക്ക് 12000 രൂപയിൽ എത്തി നിൽക്കുന്നു. പൂർണ്ണമായും മാർബിളിൽ തീർത്ത രൂപങ്ങൾക്കാണ് 12000 രൂപ. 4000 രൂപ മുതൽ ആരംഭിക്കുന്ന പുൽക്കൂടുകൾ 1500 രൂപയുടെ വരെ ഉണ്ട്. വർണ്ണങ്ങൾ മിന്നിത്തിളങ്ങുന്ന പ്രതീക്ഷയുടെ വിളക്കുകൾ തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ആഘോഷരാവിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറിൽ എതിരെ വന്ന കാർ നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ശനിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ വാഹനങ്ങളുടെ മുൻഭാഗം തകർന്നു. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഫസ്റ്റ് ക്ലാസോടെ 3 വർഷത്തെ ഡിപ്ലോമ നേടിയവരെയാണ് പരിഗണിക്കുക. താൽപര്യമുള്ളവർ ഈ മാസം 15-ന് രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. വിവരങ്ങൾക്ക് 0480 2720 746 854700 5080. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡിസംബർ 9 മുതൽ 12 വരെയുള്ള തീയതികളിൽ ഫിറ്റ്നസ് ടെസ്റ്റ്, രജിസ്ട്രേഷൻ പുതുക്കൽ, ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ടെസ്റ്റ് എന്നിവ റദ്ദാക്കിയതായി തൃശൂർ RTO അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,930 രൂപയും പവന് 95,440 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വരന്തരപ്പള്ളി പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പൊതുയോഗം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ BSNL ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലിഫോൺസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു.
വേലുപ്പാടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. മേടംകുളങ്ങര ദേവസ്വം പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി. വട്ടനാത്ര ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ഉത്സവം കൊണ്ടാടി. തൊട്ടിപ്പാൽ സെന്റ് മേരീസ് പള്ളിയിൽ കുടുംബസമ്മേളന കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.